അപ്പോ ഡോക്ടർ ജോർജ് പി അബ്രഹാമിന്റെ അടുത്ത് ഡോക്ടർക്ക് ജീവിതത്തിലെ സന്തോഷാണോ? ജീവിതത്തില് സന്തോഷം തന്നെയാണ്. എന്താണ് അതിന്റെ കാരണം? അത് ഈ ലോകത്തോടൊന്ന് പറയണം. എന്താ കാരണം? ഞാൻ ഒരു ഡോക്ടർ ആയിപ്പോയി. പണ്ട് പോലെ ചെറുപ്പം മുതലേ എന്തോ ഡോക്ടർ ആവണമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനുവേണ്ടി വർക്ക് ചെയ്തു. എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല. BSc ഹാർഡ് വർക്ക് ചെയ്തു. റാങ്കോട് കൂടി ഞാൻ പാസ്സായി. കാരണം എന്താണ്? ഹാർഡ് വർക്ക് ആണോ? എന്നിട്ട് അതൊരു ഹാർഡ് വർക്ക്. അത് കഴിഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞിട്ടും എൻ്റെ ഓരോ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു സർജൻ ആവണം, അത് ലക്ഷ്യമായിരുന്നു. സർജൻ കഴിഞ്ഞപ്പോൾ ശരിക്കും കാർഡിയാക് സർജൻ ആവണമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. ഒരു ഡീവിയേഷൻ, ഒരു ട്വിസ്റ്റായിരുന്നു. ഞാൻ അറിയാതെ ഒരു ട്വിസ്റ്റ് നടന്നു. യൂറോളജിയിൽ വന്നു പെട്ട് കഴിഞ്ഞിട്ട് ഓരോരോ പുതിയ ഓപ്പറേഷൻ എവിടെ നടക്കുന്നോ അവിടെ പോയി കണ്ടിട്ട് നല്ലതാണ് ഉടനെ ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ കേരളത്തിലെ ഒരുപാട് പുതിയ കീ ഹോൾ സർജറി ഇതെല്ലാം തുടങ്ങാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് അന്നേരം ട്രാൻസ്പ്ലാന്റ് വന്നു തുടങ്ങി. അതും കീ ഹോൾ വെച്ചും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുവിധം നല്ല റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഈ പേഷ്യൻസ് പോകുമ്പോൾ അവരത് എൻജോയ് ചെയ്യുന്നു, അവർ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. അത് കാണുമ്പോൾ ഉള്ള നമ്മുടെ സന്തോഷം അത് വലിയ കാര്യം. അതായത് ഒരു ഡോക്ടറുടെ സന്തോഷം ഇപ്പൊ വ്യാഖ്യാനിച്ചത്, ഒരു ഡോക്ടർക്ക് തന്റെ പേഷ്യൻസ് സന്തോഷത്തോടെ പോണ കാണുമ്പോൾ അറിയാതെ ചിരിച്ചു പോകും എന്നുള്ളതാണ് ഈ സന്തോഷം കേട്ടോ. അങ്ങനെ ഈ ട്രാൻസ്പ്ലാന്റും ഇതൊക്കെ ചെയ്തു വന്നിട്ടാണ് 3300 ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ സാധിച്ചു വന്നത്. പിന്നീട് റിട്രോസ്പെക്റ്റീവ്ലി നോക്കിയപ്പോൾ ഒരു 3 ക്വാളിറ്റീസ് ഒരു മനുഷ്യന് വേണം. അത് നമ്പർ 1 ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക്. പിന്നെ അതിന്റെ കൂടെ ഒരു കാര്യം, ഡെസ്റ്റിനി പ്ലേസ് എ വെരി വെരി സിഗ്നിഫിക്കന്റ് റോൾ. നമ്മളറിയാതെ നമ്മളെ ഡയറക്റ്റ് ചെയ്ത് വിടുന്ന ആ ശക്തി. അപ്പോ ഡോക്ടർ ജോർജ് പി അബ്രഹാത്തിന്റെ സന്തോഷത്തിന്റെ രഹസ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ റിവീൽ ചെയ്തത്. നിങ്ങൾക്കുമാകാം സന്തോഷവാൻ. കം ടു മീ, ഐ വിൽ റിലീസ് യു. താങ്ക് യു.